1909 ജനുവരി 23 ബ്രിട്ടീഷ് കപ്പലായ RMS റിപ്പബ്ലിക് ന്യൂയോർക്കിൽ നിന്നും ജിബ്രാൾട്ടർ വഴി യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. ഈ കപ്പലിന്റെ ഏറ്റവും വലിയ രഹസ്യം അതിലുണ്ടായിരുന്ന ഒരു രഹസ്യ കാർഗോ ആയിരുന്നു. ചരിത്ര വിവരങ്ങൾ പ്രകാരം റഷ്യൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന 1,50,000 പൗണ്ട് സ്വർണം കപ്പലിലുണ്ടായിരുന്നു. ഇന്നത്തെ മൂല്യത്തിൽ അത് ഏകദേശം $3 ബില്യൺ വില വരുന്ന നിധിയായിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ വലിയ ട്രഷറുകളിലൊന്ന്. കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം വഴി മുന്നേറിക്കൊണ്ടിരിക്കെ കടലിൽ ഉണ്ടായ തീവ്രമായ മൂടൽമഞ്ഞിൽ മറ്റൊരു കപ്പലായ SS ഫ്ലോറിഡയുമായി കൂട്ടിയിടിയുണ്ടായി. ദുരന്തം ഭയാനകമായിരുന്നെങ്കിലും ഭൂരിപക്ഷം യാത്രക്കാരെ രക്ഷിക്കുവാൻ സാധിച്ചു. എന്നാൽ RMS റിപ്പബ്ലിക് കപ്പലിന് ഗുരുതരമായി കേടുപറ്റുകയും ഒടുവിൽ കടലിൽ മുങ്ങുകയും ആയിരുന്നു. അതിലുണ്ടായിരുന്ന സ്വർണ്ണനിധി ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. നിരവധി ഗവേഷകരും നിധിശോധകരും ഇന്നുവരെ അതിനായി ശ്രമിച്ചിരുന്നെങ്കിലും അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ RMS റിപ്പബ്ലിക് അതിന്റെ മുങ്ങിയ നിധിയോട് കൂടിയ ഇതിഹാസങ്ങളുടെ ഭാഗമായ ലോകത്തെ ഏറ്റവും വലിയ കാണാതായ സമുദ്രനിധികളിൽ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇതുപോലെയുള്ള കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.